സബ്സ്റ്റാൻഡേർഡ് ത്രെഡ്സിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? പ്രത്യേകിച്ച് BJP കളിക്കുന്ന ഈ കളി നമ്മൾ ഡൽഹിയിൽ കണ്ടതല്ലേ, ഈ ആം ആദ്മി സർക്കാർ കളി. ആ കളിയോട് എങ്ങനെയാണ് വർത്തമാനം പറയേണ്ടത്? അതിൽ ഗണേഷ് കുമാർ നല്ല വൃത്തിക്ക് വർത്തമാനം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നത് എല്ലാ മനുഷ്യന്മാരെയും നഗരത്തോട് കണക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറച്ചുകൂടി ഒരു ക്രിയാത്മകമായ ഒരു സമീപനം അവരെടുത്താണ്. അതിനെ ഇത്ര കടുത്ത ഭാഷയെ വിമർശിച്ച് മൊത്തം കൊണ്ടുപോവാണ്, ഊറ്റുകയാണെന്നും പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനൊരു മീറ്റിംഗ് പോയിന്റ് ഉണ്ടാക്കിയിട്ട് ഒരുമിച്ചിരിക്കുക, അതിനകത്ത് ലാഭവിഹിതം ഉണ്ടെങ്കിൽ അത് പേറുക, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് കാര്യം. ഞങ്ങളുടെ വണ്ടിയാണ്, നിങ്ങളെ കൊണ്ട് ഓടിച്ച് നശിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ KSRTC ഇവർക്കെല്ലാം ശമ്പളം കൊടുക്കണ്ടേ? ഈ സ്റ്റാഫിന് ശമ്പളം കൊടുക്കണ്ടേ? മെയിൻ്റനൻസിന് എന്തുമാത്രം പൈസയാവുന്നുണ്ട് അത് നോക്കണ്ടേ ഡെയിലി? അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്നതിൽ ഈ ഉന്നയിക്കുന്ന ഭാഗത്തിൽ ഭയങ്കരമായ കഴമ്പുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഒരു അധികാരം എന്ന് പറയുന്ന സംഗതി ആദ്യം കയ്യിൽ കിട്ടുമ്പോൾ വളരെ സ്റ്റേൺ ആയിട്ടുള്ള പൊസിഷൻ എടുക്കുന്നു, ഞങ്ങളുടെ സംസ്ഥാന സർക്കാരുമായിട്ടൊരു ഫൈറ്റ് എടുക്കുന്നു എന്നൊക്കെയുള്ള ഒരു മൂഡുണ്ടാക്കാനുള്ള ശ്രമമായിരിക്കും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തിരിച്ചൊരു കാര്യം ആലോചിക്കണം, തലസ്ഥാന നഗരം എന്ന നിലയ്ക്ക് തിരുവനന്തപുരത്തിന് എന്തെല്ലാം പ്രിവിലേജ് ഉണ്ട്? ഏറ്റവും കൂടുതൽ സംസ്ഥാന സർക്കാർ ഫണ്ട് ചിലവാക്കുന്ന നഗരങ്ങളിലൊന്ന് തിരുവനന്തപുരം നഗരമാണ്. ആ പരിപാടി നിർത്തുകയാണ്, ഞങ്ങൾ തൃശ്ശൂരിനും എറണാകുളത്തിനും കോട്ടയത്തിനും കൊടുക്കുന്നത് തരുന്നുള്ളൂ, തിരുവനന്തപുരത്തിനും എന്ന് തീരുമാനിക്കാൻ പറ്റുമോ? അങ്ങനെ തീരുമാനിക്കാൻ തുടങ്ങിയാൽ ഈ പറഞ്ഞ മേയറുടെ ഈ എന്താ പറയുന്നത് മഹാനഗരത്തിൻ്റെ പ്രൗഢിയുടെ അവസ്ഥ എന്തായിരിക്കും? സംസ്ഥാന സർക്കാരല്ലേ മഹാഭൂരിപക്ഷം പൈസയും തിരുവനന്തപുരത്തിന് വേണ്ടി മുടക്കുന്നത്. ആ സംസ്ഥാന സർക്കാർ ഈഗോ എടുക്കാൻ തുടങ്ങി എന്തായിരിക്കും അവസ്ഥ? അത് ഈ ഡൽഹിയിലെ ആം ആദ്മി സർക്കാരുമായി കളിച്ച കളി തിരുവനന്തപുരത്ത് കളിക്കാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നൊരു കാര്യം. ഫൈനലി ഒരു കാര്യം പറയാനുള്ളത്, അങ്ങനെ ഞങ്ങളുടെ വണ്ടി, ഞങ്ങളുടെ മോദിജി തന്ന വണ്ടി, അല്ലെങ്കിൽ ഞങ്ങളുടെ മോദി തരുന്ന ഫണ്ടുകൾ ഞങ്ങൾ കൂടി കിട്ടിയ കോർപ്പറേഷൻ്റെ അധികാരപ്പെട്ട സാധനം നിങ്ങൾ കൊണ്ടുപോവാണ് എന്നൊക്കെ പറയുമ്പോൾ വേണമെങ്കിൽ വലിയൊരു എഗ്രിമെൻ്റ് കുറേ കോപ്പികളുമായി വന്ന ദീർഘമായ ഒരു വാർത്താ സമ്മേളനം ഗണേഷ് കുമാറിന് നടത്താമായിരുന്നു. എന്നിട്ട് ഫെഡറലിസത്തിനെതിരെ നിങ്ങൾ ചെയ്യരുത് എന്ന് പറയാമായിരുന്നു. സഹകരണത്തെക്കുറിച്ചും പാരസ്പര്യത്തെക്കുറിച്ചും സംസാരിക്കുമായിരുന്നു. അതൊന്നുമല്ല അദ്ദേഹം ചെയ്തത്. അദ്ദേഹം ഒരു പേപ്പർ കൊണ്ടു, ഇതാണ് എഗ്രിമെൻറ്റ് ഇന്ന കാര്യം പറയുന്നുണ്ട്, സൗകര്യം ഉണ്ടേ മതി, ഇല്ലാതെ 113 വണ്ടിയും കൊണ്ട് നിങ്ങൾ പറയുന്ന സ്ഥലത്തിടാം. KSRTC സ്ഥലത്തിടാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് വല്ല സ്ഥലമുണ്ട് അവിടെ കൊണ്ടുണ്ടാം. പിന്നെ ഡ്രൈവർമാർ, കണ്ടക്ടർ ഞങ്ങളുടെയാണ്, ഞങ്ങളെടുക്കും. ടിക്കറ്റ് അടിക്കുന്ന മെഷീൻ ഞങ്ങളുടെയാണ്, ഞങ്ങളെടുക്കും. മെയിൻ്റനൻസ് വർക്ക്ഷോപ്പ് ഒന്നും ഞങ്ങൾ തരത്തില്ല, നിങ്ങൾ ഓടിച്ചോ. 150 ബസ്, അത് 113 150 ബസ് ഞങ്ങൾ ഇറക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഈ വക സബ്സ്റ്റാൻഡേർഡ് ത്രെഡ്സിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? പ്രത്യേകിച്ച് BJP കളിക്കുന്ന ഈ കളി നമ്മൾ ഡൽഹിയിൽ കണ്ടതല്ലേ, ഈ ആം ആദ്മി സർക്കാർ കളി. ആ കളിയോട് എങ്ങനെയാണ് വർത്തമാനം പറയേണ്ടത്? അതിൽ ഗണേഷ് കുമാർ നല്ല വൃത്തിക്ക് വർത്തമാനം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ പെട്ടെന്ന് രാജേഷിന് മറുപടി വന്നു, ബസ്സുകൾ തിരിച്ചെടുക്കാനൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, ഞങ്ങൾ ലാഭത്തെക്കുറിച്ചാണ് സംസാരിച്ചത്, ഞങ്ങൾക്ക് ഇതെല്ലാം മര്യാദ കൊണ്ടുപോകണമെന്ന് ആഗ്രഹം. അപ്പോൾ മര്യാദയായി, ഇപ്പോൾ എല്ലാവർക്കും മര്യാദയായല്ലോ. അപ്പോൾ അവരോട് ഈ പറയുന്ന പെറ്റി പൊളിറ്റിക്സിനോട് സംസാരിക്കാൻ ഒരു ഭാഷയുണ്ട്. ആ ഭാഷയിൽ സംസാരിക്കാൻ കഴിഞ്ഞതിൻ്റെയും അതിൻ്റെ റിസൾട്ടിൻ്റെയും കാഴ്ചയാണ് കണ്ടത്.